ഹലോ ഫ്രണ്ട്സ്. ഈ ഒരു നമ്പർ നിങ്ങളുടെ ജീവിതം തന്നെ ജർമ്മനിയിൽ മാറ്റിമറിക്കാം. സോ ആ ഒരു നമ്പറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈവിലേക്ക്, ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം അഡ്വക്കേറ്റ് സച്ചിൻ. വെൽക്കം ടു സേഫ് ഹോം ജർമ്മനി. യൂഷ്വലി നമ്മൾ ഈ ഒരു ചാനലിൽ പ്രധാനമായിട്ടും ജർമ്മനി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ജർമ്മനിയിലെ പഠനങ്ങൾ, ജർമ്മനിയിലെ ജോലികൾ, ജർമ്മനിയിലെ ജോലി അന്വേഷിക്കാൻ പോകുന്നതിനെ കുറിച്ച്, അതേപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാനൽ ഉണ്ടാവുള്ളൂ. വേറെ ഒരു കാര്യവും ഉണ്ടാകത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ജർമ്മനി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചോദ്യവും നിങ്ങൾക്ക് ഈ ചാനൽ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഈ പേര് തന്നെ ഇട്ടിരിക്കുന്നത്, സേഫ് ഹോം ജർമ്മനി. സോ ഓട്ടോമാറ്റിക്കലി ഇത് തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേറെ ചാനലുകളുണ്ട്. പ്രധാനമായും ഡോയ്ച്ച് മിറ്റ് സജിൻ്റെ ഒക്കെ ചാനലുകളുണ്ട്. പക്ഷേ ഇത് ഞാൻ തുടങ്ങിയത് കേരളത്തിലുള്ള ആൾക്കാർക്ക്, മലയാളം മനസ്സിലാകുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ദേ വിൽ ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, സോ വെൽക്കം ടു ദ വീഡിയോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ഒരു നമ്പറിനെ കുറിച്ച് പറഞ്ഞു. ഇതൊരു സാധാരണ നമ്പർ അല്ല. ഈ ഒരു നമ്പർ കാരണം നിങ്ങൾക്ക് വീട് കിട്ടാം, മൊബൈൽ കോൺട്രാക്ട് ലഭിക്കാം, ബാങ്ക് അക്കൗണ്ട് സർവീസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ലോൺ അപ്രൂവൽ ലഭിക്കും. അതുപോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. വീട് കിട്ടാതിരിക്കാം, ചില കോൺട്രാക്റ്റുകൾ റിജക്റ്റ് ആവാം, ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടാം. ഈ ഒരു നമ്പറിന്റെ പേരാണ് ഷൂഫ സ്കോർ. ഇന്ന് ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഷൂഫ എന്ന്, ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാകും, എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിനെ സീരിയസ് ആയി കാണുന്നതെന്ന് മനസ്സിലാകും, എങ്ങനെ നല്ല ഷൂഫ ബിൽഡ് ചെയ്യാമെന്ന് മനസ്സിലാകും. ഇന്ത്യയിൽ നിന്നുള്ളവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ജർമ്മനി ഒരു കൺട്രിയാണ്. അതേപോലെ തന്നെ ഡോക്യുമെന്റേഷന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. സോ ഡോക്യുമെന്റ് മാറ്റേഴ്സ്, റെക്കോർഡ് മാറ്റേഴ്സ്, പേയ്മെന്റ് ഹിസ്റ്ററി മാറ്റേഴ്സ്, ട്രസ്റ്റ് മാറ്റേഴ്സ്. ഈ ട്രസ്റ്റിനെ അളക്കാൻ ജർമ്മനി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഷൂഫ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എവിടുന്നാന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ജർമ്മനിലാണെന്ന് ജർമ്മനിയിൽ നിന്ന് കമന്റ് ചെയ്തോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് കമന്റ് ചെയ്യുക. ഐ വിൽ ഗിവ് എ ഗിഫ്റ്റ് ടു യു. നമുക്ക് എപ്പോഴും ഒരു വീഡിയോയ്ക്ക് ഒരു ഫ്രീബി ഉണ്ട്. ഞാൻ ഫ്രീബി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്താണ് ഷൂഫ? ഷൂഫ എന്നത് ജർമ്മൻ ഭാഷയിൽ പറയുവാണെങ്കിൽ ഷുഡ്സ്ഗമൈൻഷാഫ്റ്റ് für allgemeine Kreditsicherung എന്നാണ് ഇതിന്റെ ഒരു ജർമ്മൻ ഡെഫിനേഷൻ. സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി. ഇതൊരു ബാങ്ക് അല്ല, ഇതൊരു ഗവൺമെന്റ് ഓഫീസ് അല്ല, ഇത് ആളുകളുടെ ഫിനാൻഷ്യൽ ബിഹേവിയർ സംബന്ധിച്ച വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ മാത്രമാണ്. എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറേ ഭൂമിയുണ്ട്, ലാൻഡ് ലോഡ് ആണെന്ന് വിചാരിക്കാൻ. ഞാൻ വന്നിട്ട് ഒരു വീട് വാടകയ്ക്ക് ചോദിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചിന്തിക്കും? ഇയാള് അല്ലെങ്കിൽ സജിന് റെന്റ് കൃത്യസമയത്ത് കൊടുക്കുമോ? ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? റിലയബിൾ ആണോ? ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെയാണ് ഈ ഷൂഫ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ റിപ്പോർട്ട് പോലെയാണ്. അപ്പോൾ അവരത് കൃത്യമായിട്ട് നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഷൂഫ ഇമ്പോർട്ടൻറ്റ്? സോ വൈ ഷൂഫ ഈസ് ഇമ്പോർട്ടൻറ്റ്? കാരണം ജർമ്മനിയിലെ പല സ്ഥലങ്ങളിലും ഈ ഷൂഫ ആവശ്യമായി വരാം. ഒന്നാമത് റെന്റിങ് എ ഹൗസ് അല്ലെങ്കിൽ മൊബൈൽ കോൺട്രാക്ട് എടുക്കുമ്പോൾ ടെലികോം കമ്പനീസ് പരിശോധിക്കും, ലോൺസ് എടുക്കുമ്പോൾ ബാങ്ക് പരിശോധിക്കും, ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ്സ് വരും, മന്ത്ലി പേയ്മെന്റ് സ്കീംസ് എടുക്കും, ക്രെഡിറ്റ് സ്കോർസ് എടുക്കും, ഫിനാൻഷ്യൽ റിലയബിലിറ്റി എപ്പോഴും അത്യാവശ്യമായിട്ട് വരും. ഓക്കെ, സോ ഞാൻ ഇനി നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ടി നിങ്ങൾക്ക് കമന്റ് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വരുന്നവർക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചോദിക്കാവുന്നതാണ്. ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. ഇനി അടുത്ത ചോദ്യമാണ്, എല്ലാവർക്കും ഇതുണ്ടോ? ഡസ് എവ്രി വൺ ഹാവ് എ ഷൂഫ സ്കോർ? ജർമ്മനിയിൽ എത്തുന്ന പലർക്കും ഷൂഫ ഹിസ്റ്ററി ഉണ്ടാവില്ല. ഇത് ഒരു ബാഡ് സ്കോർ അല്ല, ഹിസ്റ്ററി ഇല്ല എന്നതാണ്. അതിനാൽ ന്യൂ കമേഴ്സ് പാനിക് ആവേണ്ട കാര്യമില്ല. പക്ഷെ നല്ല ഒരു ഹിസ്റ്ററി ബിൽഡ് ചെയ്യാൻ സമയം വേണം. ഇനി ചോദിക്കാം, എങ്ങനെയാണ് ഈ ഹിസ്റ്ററി ബിൽഡ് ചെയ്യാൻ പറ്റുക? ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, ഇത് സ്ലോലി ബിൽഡ് ചെയ്യുന്നതാണ്. ഒന്നാമത് കോൺട്രാക്ട് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ കോൺട്രാക്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യുക, ഉത്തരവാദിത്തോടെ അത് ടേക്ക് കെയർ ചെയ്യുക. രണ്ടാമത് ബിൽസ് ഒക്കെ കൃത്യസമയത്ത് പേ ചെയ്യുക.
മൂന്നാമത്തത് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഹോണർ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. നാലാമത്തത് അഡ്രസ് പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യുക. അഞ്ചാമത്തത് ഡോക്യുമെന്റേഷൻ ഓർഗനൈസ്ഡ് ആയി സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു ഷൂഫ സ്കോർ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ നന്നായി ചെയ്യുന്നവർക്ക് സ്കോർ ഉണ്ടോ, നന്നായി ചെയ്യുന്നവർക്ക് ഇല്ല ഉണ്ടാവില്ല. സോ ഇത് നമ്മുടെ ഒരു ക്രെഡിറ്റ് സ്കോർ പോലെ ആണ്. സോ അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, എവിടെയാണ് ഈ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കുകൾ വരുന്നത് നമുക്ക് നോക്കാം. മിസ്റ്റേക്ക് നമ്പർ 1, ലെറ്റേഴ്സുകളും അല്ലെങ്കിൽ അറിയിപ്പുകളും ഒക്കെ ഇഗ്നോർ ചെയ്യുമ്പോൾ. രണ്ടാമത്തത് പേയ്മെന്റ് റിമൈൻഡർ സീരിയസ് ആയി എടുക്കാതിരിക്കുമ്പോൾ. മിസ്റ്റേക്ക് നമ്പർ 3, കോൺട്രാക്ട് വായിക്കാതെ സൈൻ ചെയ്യുമ്പോൾ. മിസ്റ്റേക്ക് നമ്പർ 4, ഓൾഡ് അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാതെ ന്യൂ അഡ്രസ്സിലേക്ക് നമ്മൾ മാറിയിട്ടും ഓൾഡ് അഡ്രസ് നമ്മൾ മാറ്റാതിരിക്കുമ്പോൾ. അല്ലെങ്കിൽ മിസ്റ്റേക്ക് നമ്പർ 5, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോഴൊക്കെയാണ് നമ്മൾ ഷൂഫ സ്കോർ പോകാം. കുറച്ച് മിക്സുകളുണ്ട് കേട്ടോ ഷൂഫയുമായി റിലേറ്റ് ചെയ്ത്. എനിക്ക് വന്ന കുറച്ച് കമന്റുകളാണ്. ഒന്നാമത്തത്, ഷൂഫ എന്ന് പറയുന്നത് ക്രിമിനൽ റെക്കോർഡാണോ? അല്ല. രണ്ടാമത്തത്, ഷൂഫ ഗവൺമെന്റ് സ്കോർ ആണോ? അല്ല. മൂന്നാമത്തത്, ന്യൂ കമേഴ്സ് അവാർഡ് ഷൂഫ. തെറ്റാണ്. ന്യൂ കമേഴ്സ് അത് ബിൽഡ് ചെയ്യണം ഷൂഫ. ഇനി മിത്ത് നമ്പർ 4, ഓൺലി ബാങ്ക്സ് യൂസ് ഷൂഫ. അതും തെറ്റാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നല്ലൊരു ഷൂഫ ബിൽഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പേ ബിൽസ് ഓൺ ടൈം, റീഡ് എവറി ലെറ്റർ, മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അണ്ടർസ്റ്റാൻഡ് കോൺട്രാക്ട്സ് ബിഫോർ സൈനിങ്, കീപ് ഡോക്യുമെന്റ് ഓർഗനൈസ്ഡ്, അപ്ഡേറ്റ് അഡ്രസ്സസ്, അവോയ്ഡ് ഇഗ്നോറിംഗ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യും. ഷൂഫ എന്നത് ഒരു നമ്പർ അല്ല, അതൊരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ റിഫ്ലക്ഷൻ ആണ്. സോ കീപ് ഇറ്റ് ഓൾവേസ് ഇൻ മൈൻഡ്. ട്രസ്റ്റ് മാറ്റേഴ്സ്. ഓക്കെ, അത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഷൂഫ എന്താണെന്ന് പഠിച്ചു, എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു, എവിടെയെല്ലാം ഉപയോഗിക്കുന്നു പഠിച്ചു, ന്യൂ കൊമേഴ്സ് ഇത് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് പഠിച്ചു, ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് പഠിച്ചു, എങ്ങനെ നല്ലൊരു ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാമെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടു. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് തരാൻ മറക്കരുത്. ജർമ്മനിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരു സുഹൃത്തിന് ഇത് ഷെയർ ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. സോ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെനുവിൻ കാര്യങ്ങളാണ്. സോ ലൈഫിൽ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു ട്രബിൾ വന്നു കഴിയുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആരും ഉണ്ടാവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ, മൈസെൽഫ് അഡ്വക്കേറ്റ് സജിൻ, and it's me from Safe Home Germany. Auf Wiedersehen and choose, and see you in the next video. Take care.